മാധ്യമങ്ങളുടെ രാഷ്ട്രീയവൽക്കരണം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ മാധ്യമങ്ങൾ ഇടപെടുന്ന രീതി, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പലർക്കും പല അഭിപ്രായം ഉണ്ടാവാം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, മാധ്യമങ്ങൾക്ക് ഉറച്ച രാഷ്ട്രീയം ഉണ്ടാകണം, പക്ഷേ അത് ഒളിച്ചു വയ്ക്കരുത്. ഒരു രാഷ്ട്രീയം ഉള്ളിൽ കരുതി വേറൊരു രീതിയിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾ ഒബ്ജക്റ്റീവാണ്, ഞങ്ങളെല്ലാം തുല്യമായി എല്ലാം ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും തുല്യ ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്നുള്ള രീതിയിൽ, അപ്പോൾ അതിനൊരു കപട സ്വഭാവം വരുന്നു എന്നുള്ളതാണ്. ഒരു മാധ്യമ പത്രത്തിലോ അല്ലെങ്കിൽ ചാനലിലൂടെയല്ല നമ്മൾ ലോകത്തെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി, അതിൻ്റെ സിഗ്നിഫിക്കൻസിനെ പറ്റി, അത് നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളിൽ എങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവും അതിനെപ്പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പല മാധ്യമങ്ങളിൽ മുഖാന്തരമാണ്. പണ്ടൊക്കെ നമ്മൾ ഒരു പത്രം മാത്രമേ വായിക്കാറുള്ളൂ. ഇന്ന് പല പത്രങ്ങളും വായിക്കും, പല ചാനലുകളും കാണും. അവർക്കൊക്കെ വെവ്വേറെ വീക്ഷണങ്ങളുണ്ടാവും, വെവ്വേറെ രാഷ്ട്രീയമുണ്ടാകും. കോർപ്പറേറ്റ് മാധ്യമങ്ങൾക്കും വെവ്വേറെ രാഷ്ട്രീയങ്ങളുണ്ടാകും. അത് ചിലപ്പോൾ നിസ്സഹായരായതുകൊണ്ടായിരിക്കും, ഒരു ഭരണകൂടത്തിനെ എതിർക്കാനുള്ള കരുത്തില്ലാത്തതുകൊണ്ടുള്ള രാഷ്ട്രീയമായിരിക്കാം, അല്ലെങ്കിൽ ഒരു അവശതയുള്ളവർ കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയമായിരിക്കാം, അല്ലെങ്കിൽ ചില ഉറച്ച വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രീയമായിരിക്കാം. അപ്പോൾ രാഷ്ട്രീയമില്ലാത്ത മാധ്യമങ്ങൾ നമ്മൾ ഉണ്ടാവുമെന്നുള്ളൊരു പ്രത്യാശ എനിക്കില്ല. അത് ഉണ്ടാവണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം കൃത്യമായ രാഷ്ട്രീയം മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, പൊളിറ്റിക്കൽ ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പാർട്ടീസിന് തന്നെ അവരുടെ മാധ്യമ പ്രവർത്തനമുണ്ട്. കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും അവരൊക്കെ അവരുടെ നിലപാടുകൾ DMK ആയാലും ADMK ആയാലും കൃത്യമായിട്ട് അവർ നൽകുന്നു. അത് ജനങ്ങൾ വായിക്കുന്നു, അതിൽ തെറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാധ്യമവും ഒരു കോർപ്പറേറ്റിൻ്റെ മാധ്യമവും വ്യത്യാസമുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടിയുടെ മാധ്യമത്തിന് ആ ഒരു ലെവലില്ല, അതൊരു നിലവ് കുറഞ്ഞൊരു മാധ്യമമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ അടുത്ത കാലത്ത് മാറ്റിയെടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. കാരണം കോർപ്പറേറ്റ് മാധ്യമങ്ങളും കൃത്യമായ രാഷ്ട്രീയം, കൃത്യമായ ഒരു എജൻഡ വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അടുത്ത കാലത്ത്. അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം. അത് ജനങ്ങൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ പറയുന്നതും എഴുതുന്നതൊക്കെയാണ് കേട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഇടത് പാർട്ടികൾക്കൊന്നും എവിടെയും ഭരിക്കാൻ പറ്റില്ല ഈ കാലത്ത്. കാരണം മിക്കവാറും മാധ്യമങ്ങൾ ഇടതിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവത്തോട് ആ ഒരു ഐഡിയോളജിയുടെ എതിരാണ്. അതൊരു കോർപ്പറേറ്റിൻ്റെ ഒരു എതിർപ്പ് പോലുമാണ്. ഒരു ലെഫ്റ്റ് പാർട്ടീസിന് എതിരായിട്ടുള്ളൊരു സമീപനമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ മാത്രമല്ല, ലോകമൊട്ടാകെ. മാധ്യമങ്ങൾ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിസ്ഗൈസ്ഡ് എജൻഡ സെറ്റിംഗ് മോഡ് എന്ന് പറയാം മാധ്യമങ്ങളുടെ. അതിനുള്ള ഉദാഹരണം ഇന്നലെ ഞാൻ പ്രവർത്തിക്കുന്ന ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസത്തിൽ ബ്ലൂംബർഗ് എന്ന് പറയുന്ന ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ബിസിനസ് ആൻഡ് ഫിനാൻഷ്യൽ ജേർണലിസമാണ്, പക്ഷേ പൊളിറ്റിക്കൽ ജേർണലിസം ഉണ്ട്. ബ്ലൂംബർഗിൻ്റെ co-founder ആയ മാറ്റ് വിങ്ക്ലർ, അദ്ദേഹം വന്ന് നമ്മുടെ കോളേജിൽ ഒരു വിഷയത്തെപ്പറ്റി അവതരിപ്പിച്ചു. അതായത് ട്രംപിൻ്റെ അമേരിക്കൻ ഇക്കോണമി എങ്ങനെയായിരിക്കും എന്നതായിരുന്നു അതിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം എനിക്ക് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് അടുത്ത കാലത്ത് കഴിഞ്ഞ 50 കൊല്ലങ്ങളിൽ, ഇതിപ്പോൾ ഇന്നത്തെ ഹിന്ദുവിൽ അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ ഉണ്ട്, അതിൻ്റെ റിപ്പോർട്ടുണ്ട്, ലോകം കണ്ട അല്ലെങ്കിൽ അമേരിക്ക കണ്ട ഏറ്റവും എന്ന് വെച്ചാൽ അവരുടെ ഇക്കോണമിക്ക് ഏറ്റവും സഹകരമായ അല്ലെങ്കിൽ വാട്ട് ബെനിഫിറ്റഡ് അമേരിക്കൻ ഇക്കോണമി മോസ്റ്റ് പ്രസിഡൻറ്റ് ജോ ബൈഡൻ ആയിരുന്നു. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ റിപ്പബ്ലിക്കൻ ആണെങ്കിലും ഡെമോക്രാറ്റ് ആണെങ്കിലും ബൈഡൻ ആണെങ്കിലും ട്രംപ് ആണെങ്കിലും ചെറിയ ഒരു വ്യത്യാസമൊക്കെ ഉള്ളൂ ഡിഗ്രീസിൽ. കാരണം ഫോറിൻ അഫയേഴ്സിൻ്റെ അവരുടെ സമീപനം ഏകദേശം എല്ലാം ഒന്നാണ്. പക്ഷേ അമേരിക്കൻ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം 50 വർഷത്തിൽ
ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് റേറ്റഡ് പ്രസിഡൻസ് എന്നാണ്. അത് അവരുടെ ഇക്കണോമിക് ഇൻഡിസസ് വെച്ച് ഒരു 15 ഇൻഡിസസ് വെച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് കാണിച്ചു. അത് വെദർ ഇറ്റ്സ് GDP, വെദർ ഇറ്റ് ഇസ് അൺഎംപ്ലോയ്മെൻറ്റ്, വെദർ ഇറ്റ് ഇസ് വേജ് സ്ട്രക്ചർ, വെദർ ഇറ്റ് എന്നൊക്കെ പല ഒരു യാർഡ് സ്റ്റിക്സ് വെച്ചത് തെളിയിച്ചു. പക്ഷേ ഇതൊന്നും അവിടുത്തെ മാധ്യമങ്ങൾ, നമ്മൾ ഇവിടുത്തെ മാധ്യമങ്ങളെ പറ്റി നമ്മൾ എന്ന് വെച്ചാൽ അവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്നില്ല, അതിനുപരി നമ്മൾ ലെഗസി മീഡിയ എന്ന് പറയും. അതായത് ഒരു പാരമ്പര്യമുള്ള മാധ്യമങ്ങൾ, ന്യൂയോർക്ക് ടൈംസ്, വാഷിങ്ടൺ പോസ്റ്റ്, വാൾ സ്ട്രീറ്റ് ജേർണൽ, ഗാർഡിയൻ, ഇതൊന്നും ഈ വലിയ മാധ്യമങ്ങൾ, ഗ്ലോബൽ മീഡിയ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ചാനൽസും CNN അല്ലെങ്കിൽ BBC ഒന്നും ചർച്ച ചെയ്തില്ല. ഇത് ജനങ്ങളിൽ ഇത് അവതരിപ്പിച്ചില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അവർ ബൈഡൻ്റെ കാര്യത്തിൽ ആകെ വന്നത് ഈ ഇലക്ഷൻ്റെ സമയത്ത് അദ്ദേഹത്തിന് സംസാരിക്കുമ്പോൾ വിക്കൽ വന്നു, അല്ലെങ്കിൽ നടക്കുമ്പോൾ വീഴാൻ പോയി. ഇത് വെച്ചിട്ടാണ് അവരുടെ പിന്നെയുള്ള ചർച്ചയും ന്യൂസ് അവറൊക്കെ അതിൻ്റെ ഒരു ഡിബേറ്റ് തന്നെ. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ഇഷ്യൂവിനെ മാറ്റി നിർത്തി ഒരു പേഴ്സണലൈസ്ഡ്, അതൊരു ഒരു ട്രിവിയൽ, ഒരു പൈങ്കിളി രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഈ വലിയ മാധ്യമങ്ങളെ പറ്റിയാണ് ഇദ്ദേഹം പറയുന്നത്. ഫൈനാൻഷ്യൽ ടൈംസ് ആണ് പിന്നെ അവസാനം, അതും ഇലക്ഷന് ശേഷം ജോ ബൈഡൻ നിന്നതാണ് ചെയ്തത്. ഈ പറഞ്ഞ കാര്യങ്ങൾ 50 വർഷത്തിൽ ഇദ്ദേഹത്തിൻ്റെ റെക്കോർഡ് വേറെ ആരും തകർത്തിട്ടില്ല എന്ന് വരുന്നത്. ഇതിന് മുമ്പ് വരുമായിരുന്നെങ്കിൽ, ജനങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അറിവുണ്ടായിരുന്നെങ്കിൽ ഇലക്ഷൻ വേറൊരു രീതിയിൽ പോയിക്കൂടാ എന്നില്ലായിരുന്നു എന്നൊക്കെയാണ് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യത്തിൽ. അപ്പം ഇതാണ് മാധ്യമങ്ങളുടെ പ്രസക്തി. കാരണം മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അജണ്ട സെറ്റിംഗ്, ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം, പ്രത്യേകിച്ചും ഇലക്ഷൻ കാലഘട്ടത്തിൽ ജനങ്ങൾ അതുമാത്രം കരുതിയല്ലായിരിക്കും വോട്ട് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ആംഗിൾ പ്രസൻറ്റ് ചെയ്യാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. അമേരിക്കയിൽ നമുക്കറിയാം മാധ്യമങ്ങളുടെ രീതി വേറെയാണ്. അവിടെ മാധ്യമങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, എന്തും വേണമെങ്കിൽ വിളിച്ചു പറയാം. ഇവിടുത്തെ പോലെ അങ്ങനെ ഒരു ക്രിമിനൽ ഡെഫമേഷൻ അതിനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. US ഭരണഘടനയുടെ ആദ്യത്തെ അമെൻമെൻറ്റ് തന്നെ കോൺഗ്രസ് ഷാൽ മേക്ക് നോ ലോസ് വിച്ച് അബ്രിഡ്ജ് ഫ്രീഡം ഓഫ് ദ പ്രസ് എന്നാണ് ആദ്യത്തെ അമെൻമെൻറ്റ്. പത്രസ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന ഒന്നും കോൺഗ്രസ്സിന് ഒരു ലോ ആയിട്ട് തന്നെ ലെജിസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യം ഇരിക്കെ തന്നെ അവിടുത്തെ മാധ്യമ പ്രവർത്തനത്തെ പറ്റി നോക്കുമ്പോൾ, ഞാനത് പറയാൻ കാരണം നമ്മളത് തന്നെ അനുകരിച്ച് വരികയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്നാണ്. അതിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ ഇസ്രയേൽ ഗാസയെ പറ്റി എടുത്തു നോക്കുക. തീർച്ചയായിട്ടും October 7 ശേഷം അവിടെ നടന്ന ഇസ്രയേൽ അവിടെ നടന്ന കൂട്ടക്കൊല എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഒരു 40,000-45,000 പേര്, പ്രത്യേകിച്ചും കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെടുന്നത്, സിവിലിയൻസ്. ഇതിനെപ്പറ്റി അവിടുത്തെ മാധ്യമങ്ങൾ ചെറിയ രീതിയിൽ വിമർശിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരു പ്രവണത നമ്മൾ കണ്ടത്, ഈ സയണിസം എന്ന് പറയുന്ന ഒരു ഇസ്രയേലി സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേക ഒരു ഐഡിയോളജി തിയോഡോർ ഹെർസലൊക്കെ ക്രിയേറ്റ് ചെയ്യുക. സയണിസം എന്നൊരു സെക്ടർ കൊളോണിയൽ ഐഡൻറ്റിറ്റിയാണ്. ഒരു സ്ഥലത്തെ നമ്മൾ പോയി കീഴടക്കി അത് നമ്മുടെ രാജ്യമാക്കുക, അവിടെയുള്ളവരെയൊക്കെ പുറത്താക്കാൻ പറ്റും. സെറ്റിലർ കൊളോണിയൽ ഐഡിയോളജി. ആൻറ്റി സയണിസവും ആൻറ്റി സെമിറ്റിസവും കോൺഫ്ലേറ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ. ആൻറ്റി സയണിസം ഇസ് ഡിഫറെൻറ്റ് ഫ്രം ആൻറ്റി സെമിറ്റിസം. അപ്പോൾ ചുരുക്കത്തിൽ അവിടെ ആരെങ്കിലും സയണിസത്തിനെതിരെ നമ്മൾ സംസാരിച്ചാൽ അദ്ദേഹത്തിനെ, അല്ലെങ്കിൽ ആ സംസാരിച്ച ആളെ പറ്റി, അല്ലെങ്കിൽ ആ ഒരു വാർത്ത, അല്ലെങ്കിൽ ആ ഒരു മാഗസീൻ, അത് ആൻറ്റി സെമിറ്റിക് ആയിട്ട് ചിത്രീകരിക്കപ്പെടുക. ഇവിടെ അത് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് വളരെ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട്. ഇവിടെ ആൻറ്റി ഹിന്ദുത്വമായിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ആൻറ്റി ഹിന്ദുവായി കരുതപ്പെടും എന്നുള്ളതാണ്. അത് അടുത്ത കാലത്ത് രാം മാധവ് എന്ന് പറഞ്ഞ RSSൻ്റെ ഒരു ലീഡർ എടുത്ത് പറയുകയും ചെയ്തു. ആരും അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടൊന്നുമില്ല, അദ്ദേഹം തന്നെ എടുത്ത് പറയുക. ഈ ഒരു സംശയം പുള്ളിക്ക് അത് വന്നതുകൊണ്ട് ഹിന്ദുത്വയും ഹിന്ദുവിസവും തമ്മിൽ വ്യത്യാസമൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ
ഹിന്ദുത്വയെ വിമർശിച്ചാൽ ഇയാൾ ആൻറ്റി ഹിന്ദുവാണ്. ആൻറ്റി ഹിന്ദു ആയാൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ആർ സീരിയസ്. ഇവിടെയുള്ള 85% ജനങ്ങൾക്കെതിരാണ് ഇദ്ദേഹം. ഈസ് ആൻറ്റി നാഷണൽ. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് ആൻറ്റി ഹിന്ദു ആയാൽ ആൻറ്റി നാഷണൽ ആകുന്നു. ഇത് മാധ്യമങ്ങൾ, ഒട്ടേറെ മാധ്യമങ്ങൾ ഇത് ഉൾക്കൊണ്ട് കഴിഞ്ഞു. ഈ ഒരു കോൺഫ്ലേഷൻ സബ് കോൺഷ്യസ് ആയിട്ട്. അപ്പോൾ അതൊരു പ്രത്യേക രാഷ്ട്രീയത്തിൻ്റെയോ ഒരു റിസൾട്ടല്ല. ഇത് ഒരു അജണ്ട സെറ്റ് ചെയ്യുന്ന ഒരു ഭരണകൂടത്തിൻ്റെ അജണ്ട സെറ്റിങ്ങിലേക്ക് നമ്മൾ വഴങ്ങിക്കൊടുക്കുക. അത് അറിവോടെ അല്ലെങ്കിൽ അറിയാതെ വഴങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത അവിടെ. US-ൽ അതേപോലെ തന്നെ മാധ്യമങ്ങൾ വിപണിയിലുള്ള ഒരു കച്ചവടക്കായിട്ടാണ് US-ൽ അത് മനസ്സിലാക്കിയിട്ടുള്ളത് തന്നെ. പണ്ട് തന്നെ അവിടുത്തെ ഒരു എയറോപെജിറ്റിക്ക എന്ന് പറഞ്ഞ് ജോൺ മിൽട്ടൺ, ഡിവൈൻ കോമഡിയൊക്കെ എഴുത ജോൺ മിൽട്ടൺ എയറോപെജിറ്റിക്ക എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം അതിലെഴുത്തുന്നുണ്ട്. ദാറ്റ് whoever knew truth put to the verse in a free and open encounter. ഒരു സംഘർഷത്തിൽ, ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സംഘർഷത്തിലാണ് സത്യം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുക, നിലനിന്ന് പോവുക എന്നുള്ളതാണ്. അതിനെ ജസ്റ്റിസ് ഓലിവർ വെൻഡൽ ഹോംസ് എന്ന് പറയും. അതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം. അമേരിക്കയിലെ ഫ്രീഡം ഓഫ് സ്പീച്ചിന് മാർക്കറ്റ് പ്ലേസ് ഓഫ് ഐഡിയാസ് ആണ് വിശേഷിപ്പിക്കുന്നത്. മാർക്കറ്റ് പ്ലേസ് ഓഫ് ഐഡിയാസ്, അതായത് ചിന്തകളുടെ ഒരു വിപണി എന്നുള്ള രീതിയിലാണ് അവിടുത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ശരിക്കുള്ള പൊരുൾ, അതിൻ്റെ ഒരു ഇൻസ്പിരേഷൻ. അല്ലാതെ ഒരു ഫിലോസോഫിക്കൽ നാച്ചുറൽ റൈറ്റ് അതൊക്കെയുണ്ട്. അതൊക്കെ കോമൺ സെൻസിൽ തോമസ് പെയിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇതിനെ ശരിക്കും അവർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ബിഗ് ബിസിനസ് മീഡിയ ഒരു ബിഗ് ബിസിനസ് കോർപ്പറേറ്റ് ആവുന്നത് അവർക്കൊരു വൈരുദ്ധ്യമല്ല, അത് സ്വാഭാവികമാണ് അവിടെ. അതിനെതിരായിട്ട് അവിടെ നമ്മുടെ FCC എന്ന് പറയും, ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷൻ, അതായത് മാധ്യമ രംഗത്തെ നിയന്ത്രിക്കുന്ന ഒരു കമ്മീഷൻ. ക്രോസ് മീഡിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പണ്ട്. അതായത് ഞാനൊരു ചാനൽ നടത്തുകയാണെങ്കിൽ എനിക്ക് പത്രം അതേസമയം നടത്താൻ പറ്റില്ല. പത്രവും ചാനലും ഒരുമിച്ച് അതേപോലെ ഒരു ഡിജിറ്റൽ വേറൊരു മീഡിയ നടത്താൻ പറ്റില്ല. ഈവൻ ലൊക്കേഷനിൽ എന്താ പറയുക, ജോഗ്രാഫിക്കൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ന്യൂയോർക്ക് ടൈംസിന് അമേരിക്കയിലെ മറ്റ് സ്ഥലങ്ങളൊക്കെ ഒരു സർക്കുലേഷൻ ഒരു പരിധിക്ക് അപ്പുറം പോകാൻ പറ്റില്ല. വാഷിങ്ടൺ പോസ്റ്റ് അതൊക്കെ ഇപ്പോൾ തകർന്നു കേട്ടോ. അതിൻ്റെ ഐഡിയ കുറേ കാലം അത് നിലനിന്ന് പോയി. ഈ ഒരു ക്രോസ് മീഡിയ റെസ്ട്രിക്ഷൻസ് എന്നുള്ള സങ്കല്പം ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ മാധ്യമങ്ങളിൽ ഇപ്പോൾ ടെലിവിഷന് പ്രൈവറ്റ് ചാനൽസ് വന്നു, ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ വന്നു. ഇങ്ങനെ ക്രോസ് മീഡിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, നമുക്കറിയാം. ഇവിടെ പത്രം നടത്തുന്നവർ തന്നെ ചാനൽ നടത്തുന്നു, ഓൺലൈൻ മീഡിയ നടത്തുന്നു. അതുകൊണ്ട് അതിനൊരു കോർപ്പറേറ്റ് മൊണോപ്പൊളിസ്റ്റിക്, ഒരു ഒളിഗോപ്പൊളിസ്റ്റിക് ഒരു ക്യാരക്ടർ, ഒരു കാർട്ടലിൻ്റെ ഒരു ക്യാരക്ടർ കൃത്യമായിട്ടും വന്നു കഴിഞ്ഞു. അതിനെപ്പറ്റിയൊന്നും അധികം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വ്യത്യാസം ഇവിടെയുണ്ട്. ഇവിടെ പിന്നെ മാധ്യമങ്ങൾക്ക് US-ലെ പോലെ ആ ഒരു ഫസ്റ്റ് അമെൻമെൻ്റ് ഒന്നുമില്ല. നമ്മുടെ മാധ്യമം നമുക്കറിയാം, ഏതൊരു പൗരനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യമാണ് മാധ്യമങ്ങൾക്കുമുള്ളത്, മാധ്യമ പ്രവർത്തനത്തിനുമുള്ളത്. നമ്മുടെ ഭരണകൂടത്തിലെ ആർട്ടിക്കിൾ 19(1) and 2. 19(1) ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, ഫ്രീഡം ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ എന്നുള്ള. 19(2) ആണ് റെസ്ട്രിക്ഷൻസ്, റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഓൺ ഫ്രീഡം ഓഫ് സ്പീച്ച്. ഈ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഓഫ് ഫ്രീഡം ഓഫ് സ്പീച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അത് വളരെ ഒരു കൗതുകമുള്ളൊരു ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, അതിന് നെഹ്റു, പട്ടേൽ, അംബേദ്കർ ഒക്കെ അതിന് വേണം എന്നുള്ളൊരു കാരണം അന്നത്തെ സാഹചര്യത്തിൽ അന്ന് തെലങ്കാനയിൽ ഒരു സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ് വരുന്നു, ഇത് വരുന്നു. പിന്നെ ഈ കാസ്റ്റ് സ്ലേഴ്സ്, അന്നത്തെ ഹരിജൻസ് എന്ന് വിശേഷിപ്പിക്കുന്ന അവർക്കെതിരായിട്ടുള്ള പ്രയോഗങ്ങൾ, ഇതിനൊക്കെ തടുക്കാനാണ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഓൺ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നുള്ളത് അവർ അവതരിപ്പിച്ചത്. എന്നാൽ അംബേദ്കറിനും ഫ്രീഡം ഓഫ് സ്പീച്ച് റെസ്ട്രിക്ഷൻസ് വേണമെന്നുണ്ടായിരുന്നു. കാരണം ലോവർ കാസ്റ്റിന് അല്ലെങ്കിൽ ഹയർ കാസ്റ്റ്
വിൽ കണ്ടിന്യൂ ടു റൈറ്റ് അഗെയിൻസ്റ്റ് അവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനാകെ എതിർത്തത്, ഇതാണ് കൗതുകമായിട്ട്, ഇങ്ങനൊരു റെസ്ട്രിക്ഷൻ പാടില്ല, നമുക്ക് വി ഷുഡ് ഹാവ് ഫുൾ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് വാദിച്ചത് ശ്യാം പ്രസാദ് മുഖർജിയാണ്. അതായത് ഇന്നത്തെ BJPയുടെ ഒക്കെ എന്താ പറയുക ആർക്കിടൈപ്പ്, ദി പാട്രിയാർക്ക്, ജനസംഘ് അങ്ങനെ തുടങ്ങി വന്ന് ശ്യാം പ്രസാദ് മുഖർജി ഇത് പാടില്ല, ഇത് വന്നാൽ ഈ 1901 അർത്ഥമില്ലാതെയാവും, ഇത് പോലീസുകാർ ഉപയോഗിച്ച് തൊട്ടതിനും പിടിച്ചതിനും ആൾക്കാർ ഉപദ്രവിക്കും. എന്നാൽ ഈ BJP ഗവൺമെൻറ്റിലാണ് അത് മാതൃകയായിട്ട് അവർ പ്രവർത്തിക്കുന്നത്. ഏതൊരാളെയും അറസ്റ്റ് ചെയ്താലും, ഇപ്പോൾ ഏത് UAPയിലാണെങ്കിലും ബേസിക് കോസ് പറയുന്നത് ആർട്ടിക്കിൾ 19(2) ലംഘിച്ചു, ഫ്രീഡം ഓഫ് സ്പീച്ച്, റീസണബിൾ റെസ്ട്രിക്ഷൻസ്, അതും ഒരു ക്ലോസ് ആയിട്ട് അവർ അടിച്ചേൽപ്പിക്കും. അപ്പോൾ ഇതാണ് ഈ വൈരുദ്ധ്യം നമ്മുടെ സാഹചര്യത്തിൽ വന്നത്. അതേസമയം മാധ്യമം ഒരു വിപണിയുടെ ഒരു പ്രവർത്തനത്തിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡബിൾ, എന്താ പറയുക, ഒരു കോമ്പൗണ്ടഡ് പ്രോബ്ലം ഇൻ ആർ കോണ്ടെക്സ്റ്റ് എന്ന് പറയാം. എനിക്ക് തോന്നുന്നത് ഈ മാധ്യമങ്ങളുടെ ഒരു പ്രതിസന്ധി ശരിക്കും ഈ പോസ്റ്റ് കോൾഡ് വാറിന് ശേഷം ഐഡിയോളജിയുടെ പ്രസക്തി കുറഞ്ഞിട്ട് ഐഡൻറ്റിറ്റിയുടെ പ്രസക്തി അതിനൊരു മുൻതൂക്കം, അത് മുൻതൂക്കം എന്ന് പറഞ്ഞപ്പോൾ അത് കുതിച്ചു ചാടുന്ന ഒരു രീതിയിലേക്ക് മാറുന്നു. ഐഡൻറ്റിറ്റി പോളിറ്റിക്സ് ആണ് ഇന്നത്തെ പോളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്വത്ത് രാഷ്ട്രീയം, ഐഡൻറ്റിറ്റി പോളിറ്റിക്സ്. ഞാൻ ആരാണ്, ഞാൻ ഹിന്ദുവാണോ, ക്രിസ്ത്യനാണോ, മുസ്ലിമാണോ, ആണാണോ, പെണ്ണാണോ, മറ്റേ ഇന്ന് നായരാണോ, മറ്റേ നമ്പ്യാരാണോ, ഇന്ന കാസ്റ്റാണോ, അന്ന കാസ്റ്റാണോ എന്നുള്ളതാണ് ഐഡൻറ്റിറ്റി പോളിറ്റിക്സ്. അപ്പോൾ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും ഈ ഐഡൻറ്റിറ്റി പോളിറ്റിക്സിനെ റിഫ്ലക്റ്റ് ചെയ്യേണ്ടി വരുന്നു. അതാണ് ഒരു മാധ്യമങ്ങളുടെ ടെൻഷനും അവരനുഭവിക്കുന്ന ടെൻഷനും അവർ ഉണ്ടാക്കുന്ന ടെൻഷനും ഇതിൻ്റെ ഒരു ഭാഗമായി മാറുന്നുണ്ട്. ഈ ഷിഫ്റ്റ് ഫ്രം ഐഡിയോളജിക്കൽ പോളിറ്റിക്സ് ടു ഐഡൻറ്റിറ്റി പോളിറ്റിക്സ് എന്ന് വിശേഷിപ്പിക്കാം. അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടും, അത് പോളിറ്റിക്സായിട്ട് മാറും. എന്നാൽ മാധ്യമങ്ങളുടെ ദൗത്യം ഏത് രാഷ്ട്രീയമാണെങ്കിലും മാധ്യമങ്ങൾക്കൊരു ദൗത്യമുണ്ട്. അത് നമുക്ക് എടുത്തു പറയാൻ ഇത് നിർത്തിയില്ല. ഒരു ഭരണകൂടത്തിന് വിപരീതമായൊരു സ്റ്റാൻസാണ് വേണ്ടത്. അതിലെനിക്ക് സംശയമില്ല. കാരണം മാധ്യമങ്ങൾ ഭരണകൂടങ്ങളെ പുകഴ്ത്തി അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് സ്വതന്ത്ര മാധ്യമം അല്ലെങ്കിൽ പ്രസ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മാധ്യമത്തിന് അനുയോജ്യമായത്. അത് വേറൊരു അതിന് പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, PR ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഡൽഹിയിലാണെങ്കിൽ സെൻട്രൽ അവരുടെ ഉണ്ട്, PR ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇവിടെ ഓരോ സംസ്ഥാനത്തും അവർ PR ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. മാധ്യമങ്ങൾ ചെയ്യേണ്ടത് അതാണ്. പക്ഷെ അതിനൊരു കൺസിസ്റ്റൻസി വേണം. ഒരു സംസ്ഥാനത്തുള്ള ഭരണകൂടത്തെ നിരന്തരം വിമർശിക്കുകയും അതിലൊക്കെ വളരെ അപകടകരമായ പോളിസീസ് രൂപീകരിക്കുന്ന സെൻട്രൽ ഭരണകൂടത്തെ പറ്റി അധികം വിമർശിക്കാതിരിക്കുകയും അല്ലെങ്കിൽ ന്യായീകരിക്കുകയും പലപ്പോഴും ചെയ്യുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്, അത് ഒരു എന്താ പറയുക, ഇൻറ്റൻഷനലായിട്ടല്ല, ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കാണപ്പെടുന്നു. അത് കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, അങ്ങനെ പലയിടത്തും. പെർട്ടിക്കുലർലി ഓപ്പോസിഷൻ സ്റ്റേറ്റ്സിൽ നമുക്കത് പ്രത്യേകം കാണാൻ പറ്റും. വളരെ രൂക്ഷമായിട്ട് ആ സംസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ വിമർശിക്കും. എന്നാൽ ഡൽഹിയിലുള്ള BJP ഗവൺമെൻറ് പറ്റി ഒന്നും മിണ്ടില്ല. അത് ഭീതിയായിരിക്കാം, അല്ലെങ്കിൽ അവർ പറയുന്നതിനെ പറ്റി അവർ വിശ്വാസമുള്ളതുകൊണ്ടായിരിക്കാം, അത് അനുകരിക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇത് പക്ഷേ ജനങ്ങളിത് തിരിച്ചറിയുന്നുണ്ട്, ജനങ്ങളിത് കാണുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻസ് വരുമ്പോൾ ഇതൊന്നും അത്ര ബാധിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകത കേരളത്തിലും എവിടെയും ഈ റിപ്പോർട്ടിങ്ങിന് വളരെ കുറഞ്ഞ സ്ഥാനവും കൂടുതൽ ചർച്ചകൾക്ക് ഒരു സംഭവം നടന്ന സംഭവത്തിൻ്റെ വ്യാഖ്യാനം, അതിനെപ്പറ്റിയുള്ള നേരത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ കോമെൻറ്റ് ഇസ് ഫ്രീ, അതുമാത്രമേ നടക്കുന്നുള്ളൂ. ഫാക്ട്സ് ഇല്ലാതെ പോലെ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു വസ്തുത എടുത്തിട്ട്
അത് ഊതി വീർപ്പിച്ച് അത് വലിയൊരു ഡിബേറ്റാക്കി മാറ്റുക. പലപ്പോഴും ചിലപ്പോൾ അത് നിസ്സാര കാര്യമായിരിക്കാം, അത് ചിലപ്പോൾ ആ ദിവസം വേറൊരു ന്യൂസും ഇല്ലാത്തതുകൊണ്ടുമായിരിക്കാം. ഒരു ന്യൂസ് അവർ എന്ന് പറയുന്ന രീതി അത് വലിയ രൂക്ഷമായൊരു പ്രശ്നമാക്കി മാറ്റി യു ആർ ക്രിയേറ്റിംഗ് എ കൈൻഡ് ഓഫ് ടെൻഷൻ. ഒരു ഏത് വിഷയം എടുത്താലും അതിനെപ്പറ്റി ഒരു ടെൻഷൻ ഉണ്ടാക്കുക, ഗസ്റ്റ് അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കുക, ആ ഒരു രീതിയിലേക്ക് മാറുന്നു. ഇങ്ങനെ വരുന്ന മാധ്യമങ്ങൾ വരുമ്പോൾ ശരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഒരു പ്രേക്ഷകനോ അല്ലെങ്കിൽ വായനക്കാരനോ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ചും ടെലിവിഷനിലാണ് ഇത് കൂടുതൽ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് കൃത്യമായിട്ട് എന്താ സംഭവിച്ചത്, എന്താണ് പ്രശ്നമുള്ളത് മനസ്സിലാക്കാൻ വളരെ വിഷമമാകുന്നു. ഇത് നമുക്കറിയാം, നമ്മുടെ ഹിന്ദിയിലെ ചാനൽസിലൊക്കെ ഇത് വളരെ രൂക്ഷമാണ്. ഇവിടെയൊക്കെ താരതമ്യേന ഭേദമാണെന്ന് എൻ്റെ അഭിപ്രായം. ഇംഗ്ലീഷ് ചാനൽസിലും ചിലപ്പോൾ ഇത് ഭയങ്കര ഒരു വൺ സൈഡഡ് ആയിട്ടുള്ളൊരു ഡിബേറ്റാണിത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, പല കാര്യങ്ങളും നമുക്ക് ശ്രദ്ധ ചെലുത്താൻ പറ്റുന്നില്ല. മാധ്യമങ്ങൾക്ക് നമ്മളെടുത്ത് അത് വിശേഷിപ്പിച്ച് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട സ്റ്റോറീസൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അത് ചെയ്യുന്നില്ല. കാരണം ജനങ്ങൾക്കത് ആവശ്യമില്ല എന്നുള്ളൊരു ധാരണയോ തെറ്റിദ്ധാരണയോ അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ the trivial, the ordinary is always made the extraordinary. What should be extraordinary and important is not covered at all. അതാണ് ഒരു രീതി. റഷ്യൻ പോയറ്റ് യെവ്തുഷെങ്കോ പറഞ്ഞിട്ടുണ്ട് പണ്ട്, when truth is replaced by silence, that silence is a lie. സത്യത്തിന് പകരം നമ്മൾ നിശബ്ദത പാലിച്ചാൽ ആ നിശബ്ദത നുണയാണ്. അങ്ങനെ ഒരുപാട് നുണകൾ നമ്മൾ പറഞ്ഞോ പറയാതെയോ ജനങ്ങളിൽ ഏൽപ്പിക്കുന്നുണ്ടെന്നാണ് സത്യം. വളരെ പ്രത്യക്ഷമായ ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പക്ഷെ അത് ഡൽഹിയിലുള്ള ഭരണകൂടത്തിന് അത് പ്രശ്നമുണ്ടാവും. അപ്പോൾ അതിന് പകരം വേറെ എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് അതൊരു ഏജൻഡ സെറ്റിംഗ് ആക്കി മാറ്റുക. ഇതിപ്പോൾ ഈ BJP ഗവൺമെൻറ് ഇതൊരു പ്രാക്ടീസ് തന്നെയാണ്, ഒരു സ്റ്റോക്ക് ഇൻ ട്രേഡാണ്. എന്തെങ്കിലും മണിപ്പൂരിൽ വലിയ പ്രശ്നമുണ്ടെങ്കിൽ അവർ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി ഇന്നാളെ പറ്റി എന്തെങ്കിലും പാർലമെൻറ്റിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ശ്രദ്ധ അവിടെ ചെലുത്തും. അത് നിങ്ങൾക്കെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. മാധ്യമങ്ങൾ ഇതേ രീതിയിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു സംഭവം നടന്നില്ലെങ്കിലും അവരുടെ ഇതൊരു പ്രാക്ടീസായി മാറുന്നു. അപ്പോൾ ഏജൻഡ സെറ്റിംഗ് ഫങ്ഷൻ ഓഫ് ദ മീഡിയ. ഇപ്പം ഞാനൊരു എഡിറ്ററാണ്, ഒരു ചാനലിൻ്റെ എഡിറ്ററാണ്, ഒരു പത്രത്തിൻ്റെ എഡിറ്ററാണെങ്കിൽ ഒരു എഡിറ്റോറിയൽ മീറ്റിങ്ങിൽ ഞാൻ പറയുന്നു, നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ പത്രത്തിൽ ഈ ന്യൂസ് മിസ് ചെയ്തു പോയി, നമുക്ക് ഈ ന്യൂസ് മിസ് ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ലോകത്തിൽ ഒരു ദിവസം 10,000 ഒരുപാട് മില്യൺസ് ഓഫ് തിങ്സ് ആർ ഹാപ്പനിങ് അല്ലേ? അതെല്ലാം കവർ ചെയ്യാൻ പറ്റുന്നതല്ല. സോ നമ്മൾ എന്തുകൊണ്ടാണ് ചിലത് മാത്രമേ മാധ്യമങ്ങളെടുത്ത് വീണ്ടും എല്ലാവരും ഒരു 3-4 ന്യൂസ് കവർ ചെയ്യാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഇതാണ്. ദിസ് എ പ്രോസസ്. നമ്മൾ മിസ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉദ്ദേശം വേറൊരു ചാനലിൽ അല്ലെങ്കിൽ വേറൊരു പത്രത്തിൽ വന്നൊരു വാർത്ത നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ പത്രത്തിൽ വന്നില്ല. അപ്പോൾ ഒരു പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ, ഞാൻ ഒരു വാർത്ത മിസ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന വാർത്തയും ഞാൻ ചെയ്യണമെന്നുള്ളതാണ്. അതിൻ്റെ റിസൾട്ടായിട്ടാണ് ഒരു ദിവസം, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഒരു ചാനൽ ന്യൂസ്, നമ്മൾ ഈ ചാനൽസ് നോക്കിയിട്ടുണ്ടെങ്കിൽ 4-5 വിഷയങ്ങൾ എല്ലാം ഒന്നായിരിക്കും. ഇതാരോ ഒരു മോസസിനെ പോലെ 10 കമാൻഡ്സ് പോലെ ആരോ പറയുകയാണ്, അതാണ് ഇന്നത്തെ ഹെഡ്ലൈൻസ് ഓഫ് ദ ഡേ, 1, 2, 3, 4, 5 ഇതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ. പത്രങ്ങളിൽ ഇത്രയും കൂടി വ്യത്യാസം ഉണ്ടാവും, എന്നാലും ഏകദേശം ഈ രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഫിയർ ഓഫ് മിസ്സിംഗ് ദ ന്യൂസ് ലീഡ്സ് ടു എ കൺസെൻസസ് ഓൺ വാട്ട് ഇസ് ദ ന്യൂസ് ആൻഡ് റിസ്ട്രിക്ട്സ് ദി അജൻഡ ഓഫ് ദി ന്യൂസ്. ഇതാണ് വാർത്ത എന്നുള്ളത് ഒരു അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാണത് അതിൻ്റെ ഒരു സ്വഭാവമായി മാറുന്നത്. അതൊരു ഭാഗത്ത്. രണ്ടാമത് റേറ്റിങ്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, റേറ്റിങ്സിന് ഒരു സയൻറ്റിഫിക് ബേസിസ് ഇല്ലാത്തൊരു കാലഘട്ടമാണിത്.
കാരണം അതിൻ്റെ സാമ്പിൾ സൈസൊക്കെ അതിന് ആ ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്കറിയാം അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനലിൻ്റെ ഒക്കെ അവരെങ്ങനെയാണ് റേറ്റിങ്സ് ഫിക്സ് ചെയ്തത്, അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ എല്ലാം നടന്നിട്ടുണ്ട്. പക്ഷെ റേറ്റിങ്സ് എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് മാത്രം സംഭവിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇപ്പോൾ പൊതുവെ നമ്മൾ സമൂഹം തന്നെ ഒരു റേറ്റിങ്സ് മൈൻഡ് സെറ്റിലേക്ക് മാറി എന്നുള്ളതാണ്. ഒരു ബുക്ക് ഷോപ്പിൽ പോയാൽ ടോപ്പ് 10, ടോപ്പ് 20 അതെന്ത് അടിസ്ഥാനത്തിലാണെന്ന് നമ്മൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മാധ്യമങ്ങൾ അതിനെപ്പറ്റി അത് സെയിൽസിൻ്റെ ബേസിസിലാണോ, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ്റെ ബേസിസിലാണോ? ഒരു മ്യൂസിക് സ്റ്റോറിൽ പോയാൽ ടോപ്പ് ആൽബംസ്, ടോപ്പ് 10 ആൽബംസ്, ടോപ്പ് 20 ആൽബംസ്, ഓൺ വാട്ട് ബേസിസ് ഇസ് ദ റേറ്റിംഗ് ഡൺ? സെയിൽസിൻ്റെ ബേസിസിലായിരിക്കാൻ സാധ്യതയല്ല. കാരണം ചിലപ്പോൾ വളരെ മോശപ്പെട്ട പുസ്തകങ്ങൾ ഒരുപാട് വിറ്റ് പോകുന്നുണ്ടാവും. ഇതിനൊക്കെ ഒരു നിലവാരമുള്ള, പക്ഷേ ഏത് ബേസിലാണ് 1, 2, 3, 4 എന്ന് വരുന്നത്? അപ്പോൾ അതുപോലൊരു മിസ്റ്റീരിയസ് സാധനമാണ് റേറ്റിങ്സ്. ഈ റേറ്റിങ്സ് ആണ് നമ്മുടെ ഒരു അളവുകോൽ. എന്നാൽ അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു തെറ്റ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. പക്ഷേ ഇതാണ് റേറ്റിങ്സ് ആണ്. റേറ്റിങ്സ്, ടിറനി ഓഫ് റേറ്റിങ്സ് എന്ന് പറയുന്നത്. ടിറനി ഓഫ് റേറ്റിങ്സ്, റേറ്റിങ്സ് മൈൻഡ് സെറ്റ് ഈസ് റൂളിങ് ദ റൂൾസ്, പർട്ടിക്കുലർലി ഇൻ ദ മീഡിയ. അതിൻ്റെ വേറൊരു പ്രശ്നം അത് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ പൗരന്മാരുടെ ഇൻഡിപെൻഡൻസ്, സ്വതന്ത്രമായ ചിന്തിക്കാനുള്ള ഒരു കഴിവിനെ പറ്റിയും കഴിവിനെതിരായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഒരു 10-100 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ 70, ദ ബിഗസ്റ്റ് അച്ചീവ്മെൻറ്റ്സ് ഇൻ സയൻസ്, ടെക്നോളജി, ഈവൻ ഫിലോസഫി were achieved against the grain of the popular. എല്ലാവരും ലോകം പരന്നതാണെന്ന് പറയുമ്പോൾ ആരോ വന്ന് പറഞ്ഞു അല്ലത് ഇറ്റ്സ് റൗണ്ട്. ആദ്യം ഇത് പറഞ്ഞവരൊക്കെ they were burnt at the stake, ശിക്ഷിക്കപ്പെട്ടു. കോപ്പർനിക്കൻ റെവല്യൂഷനൊക്കെ വന്നിട്ട് ഒരുപാട് പേര് ശിക്ഷിക്കപ്പെട്ടു. ദ സോളർ സിസ്റ്റം, ദി എർത്ത് ഇസ് എ സെൻറ്റർ ആൻഡ് ദി സൺ ഗോസ് റൗണ്ട് ദി എർത്ത് എന്നുള്ള വിശ്വാസമായിരുന്നു. ചർച്ച് പോലും അതാ പറഞ്ഞിരുന്നത്. അത് മാറ്റി പറഞ്ഞപ്പോൾ ഒരുപാട്. സോ achievements in science and philosophy have to go against the grain of the popular. പക്ഷേ ഈ റേറ്റിങ്സിൻ്റെയും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ആ ഒരു കഴിവ് തന്നെ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് നമ്മുടെ പൗരന്മാർ, നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ വിപരീതമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഉടനെ സമൂഹ മാധ്യമത്തിൽ നമുക്കത് കൃത്യമായിട്ട് കാണാം. ട്രോളിങ് ഒരുപാട് അതിനെതിരായിട്ട് ആഞ്ഞടിക്കുന്ന രീതിയിലാണ് ട്രോളിങ് നടക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രവണതയൊക്കെയുള്ളൊരു മാധ്യമ പ്രവർത്തനം, അത് ജനാധിപത്യത്തിന് മാധ്യമം 4-ാം തൂണാണെന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. അത് ജനാധിപത്യത്തിൻ്റെ ഇസ് ഇറ്റ് ബിക്കമിങ് എ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി, ഓർ ഇസ് ദ മീഡിയ ബിക്കമിങ് എ 5th കോളം ഓഫ് ഡെമോക്രസി? അത് 4-ാം തൂണാണോ 5-ാം പത്തിയാണോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനാധിപത്യത്തിന് തന്നെ വിപരീതമായ അല്ലെങ്കിൽ ഇറ്റ് ഇസ് സംതിങ് ആൻറ്റിതെറ്റിക്കൽ ടു ഡെമോക്രസി എന്നുള്ള രീതിയിലാണ് മാധ്യമ പ്രവർത്തനം പോകുന്നത്. അല്ല 4-ാം തൂണായിട്ട് ആണെങ്കിൽ ഇങ്ങനെയല്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി കൺസെൻഷ്വൽ. ഇറ്റ് ഷുഡ് നോട്ട് ബി ക്രിയേറ്റിംഗ് ടേം ലാംബ്സ്, who are just understanding. You expect them to believe what you write and put out there. അത് ബയസ് ആണെങ്കിലും പോയിസൺ ആണെങ്കിലും വിഷമാണെങ്കിലും, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ മുഖാന്തരം വരുന്ന, പിന്നെ സോഷ്യൽ മീഡിയ അനുകരിക്കുന്ന ഒരു മാധ്യമ സ്വഭാവം നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നത്തെ മുഖ്യധാര മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയ ട്രാക്ക് ചെയ്യേണ്ടി വരും. കാരണം സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും വൈറലായി പോയാൽ അത് ആ പത്രത്തിലോ ചാനലിലോ ഹെഡ്ലൈനായി മാറാനുള്ള ഒരു പൊട്ടൻഷ്യലുള്ളൊരു സബ്ജക്റ്റാണ്. അതിൻ്റെ വസ്തുത, അതിൻ്റെ എന്താ പറയുക, അത് നടന്നതാണോ, അതിൻ്റെ ഫാക്ച്വൽ ബേസിസ് ശരിക്കും എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നുണ്ടോ, അതോ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഹിറ്റാകുമ്പോൾ നമുക്കും അതിൽ ചേർന്ന ആ ഒരു റേറ്റിങ്സിൽ പങ്കെടുക്കാമെന്നുള്ള രീതിയിൽ എടുക്കുന്നതാണോ? ഇതൊക്കെ വലിയ ചോദ്യചിഹ്നങ്ങളായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും മാധ്യമങ്ങൾ നേരിടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും ഈ ഒരു വേദിയിൽ ഇതിൽ നിന്നും ഒരു വ്യത്യസ്തപ്പെട്ട മാധ്യമ സംസ്കാരം, ഒരു മാധ്യമ രീതി, പ്രവർത്തനം ഉണ്ടാവുന്നതാണ് അനിവാര്യം. അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തി ഇല്ലാതെയായി. മാധ്യമങ്ങൾ വെറും വേറൊരു വിപണിയിൽ ഒരു പ്രോഡക്റ്റ് അതുപോലെയായി മാറും. പക്ഷെ അതിൽ പ്രശ്നം എന്ന് വെച്ചാൽ മാധ്യമങ്ങൾക്ക്
ഈ ഒരു നാലാം തവണ എന്നുള്ളൊരു റെപ്യൂട്ടേഷനുണ്ട്. വിപണിയിലൊരു സാധനം നമുക്ക് ഹാനികരമാണെങ്കിൽ നമുക്ക് കൺസ്യൂമേഴ്സ് കോർട്ടിലെങ്കിലും പോകാം. ഇത് എനിക്ക് ഒരു കൺസ്യൂമേഴ്സ് കോർട്ടിൽ പോയി അവതരിപ്പിക്കാൻ പറ്റുമോ? എൻ്റെ മക്കൾ ഒരു 4-5 കൊല്ലമായിട്ട് ഈ പത്രം വായിച്ചിട്ട് ആകെ ഈസ് ബിക്കം എൻ ഇഡിയറ്റ്, അതുകൊണ്ട് എന്ന് ചോദിക്കാൻ പറ്റുമോ? അപ്പോൾ ആ അവകാശമില്ല പൗരന്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് അഴിച്ചു പണിയേണ്ട ഒരു സാഹചര്യമാണ് സത്യമാണ്. മാധ്യമങ്ങളുടെ ഭാവിക്ക് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, മാധ്യമങ്ങൾ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഇന്ന്. ഇപ്പം മാധ്യമങ്ങളുടെ പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട്, മാധ്യമങ്ങളുടെ 2 സോഴ്സസ് ഓഫ് റവന്യൂ ആണ്. ഒന്ന് സബ്സ്ക്രിപ്ഷൻ റവന്യൂ, മറ്റേ അഡ്വർടൈസിങ് പോലും ഇപ്പോൾ ചുരുങ്ങിയപ്പോൾ എന്താ പറയുന്ന ഒരു പബ്ലിക് ഇവൻറ്റ്സ് ആണ്. ഇവൻറ്റ്സിൻ്റെ ഒരു പ്രസക്തി മാധ്യമങ്ങളുടെ റവന്യൂവിൽ ഒരുപാട് കൂടി വരുന്നു. എന്തെങ്കിലും ഒരു ഇവൻറ്റ് ഉണ്ടാക്കുക, ഇപ്പോൾ ലിറ്റ് ഫെസ്റ്റ് ഒക്കെ അതിൽ നല്ല ചില കാര്യങ്ങളാണ്. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഫിലിം സ്റ്റാർസിന് വെച്ചൊരു ഇവൻറ്റ് ഉണ്ടാക്കുക, മറ്റേ ഡാൻസേഴ്സിന് വെച്ചൊരു ഇവൻറ്റ് ഉണ്ടാക്കുക, അതിൽ നിന്ന് വരുന്ന റവന്യൂ അങ്ങനെ. അപ്പോൾ മാധ്യമ പ്രവർത്തനത്തിൽ നിന്നല്ല റവന്യൂ വരുന്നത്, വേറെ മാധ്യമങ്ങളുടെ ആ ഒരു ഇൻഫ്ലുവൻസ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്ന പറ്റിയ ഇവൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് റവന്യൂ ഉണ്ടാക്കാം. അത് ഇന്നോവേറ്റബിൾ, നിസ്സാഹരാണ്. കാരണം അതാണ് മാർക്കറ്റിൻ്റെ രീതി, അങ്ങനെ മാറിപ്പോകുന്നു. അത് മാധ്യമങ്ങൾക്ക് ജനങ്ങളെ സ്പർശിക്കുന്നില്ല. ജനങ്ങൾക്ക് മാധ്യമങ്ങൾ ആവശ്യമുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും ചിലർ പറയും, ഇല്ല എന്നും പറയാം. ചെറുപ്പക്കാർ പ്രത്യേകിച്ചും ഞാൻ ഒരു കോളേജ് ഓഫ് ജേർണലിസം നടത്തുന്നതുകൊണ്ട് ഞാൻ കുട്ടികളോട് ചോദിക്കും, നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ എന്ന് ചോദിക്കും. പത്രം വായിക്കാറില്ല, പക്ഷേ അവർ ഓൺലൈനാണ്, അതുകൊണ്ട് അവർ കാര്യങ്ങൾ അറിയാം. പക്ഷേ അവർ പത്രത്തിൻ്റെ ഒരു ഹൈറാർക്കിയിലല്ല അവർ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. പത്രത്തിൻ്റെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളുടെ സ്വഭാവം, അവർ മാധ്യമങ്ങളുടെ വാർത്തകളുടെ ഹൈറാർക്കി അവർ തീരുമാനിക്കുന്നു. ഇന്നതാണ് വലിയ തലക്കെട്ട്, ഇതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്. പക്ഷേ എൻ്റെ മക്കൾക്ക് അതല്ല. അവന് ആദ്യം സ്പോർട്സ് ആയിരിക്കും, അല്ലെങ്കിൽ മ്യൂസിക് ആയിരിക്കും, അല്ലെങ്കിൽ ഫുഡായിരിക്കും. അത് നല്ലതാണോ അല്ലേ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു സേ. അപ്പോൾ അവർക്ക് വേറെ ചിലർക്ക് ട്രാവലായിരിക്കാം, ട്രാവലിനെ പറ്റിയുള്ള വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ജെൻഡർ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ പെറ്റ്സ് ആയിരിക്കാം, ഡോഗ്സ് ആയിരിക്കാം. കാരണം അവർക്ക് നമ്മൾ ഇതാണ് വലിയ കാര്യം എന്ന് പറയുന്നത് അവർക്ക് വലിയ കാര്യമായി തോന്നുന്നില്ല. അത് അവരാരെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടൊന്നുമല്ല. അവർക്ക് ഇതറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത്രേ കാര്യമുള്ളൂ എന്ന് അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു മാറ്റത്തിലേക്ക് പ്രത്യേകിച്ചും മില്ലിയനൽ പുതിയ തലമുറ മുന്നോട്ട് വരുമ്പോൾ മാധ്യമങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ അവരും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ബേസ്ഡ് ആവുന്നു. കൂടുതൽ ഈ പറഞ്ഞ പോലെ മറ്റുള്ള വാർത്തകളും നമ്മൾ പണ്ടൊക്കെ പേജ് 3 ഫിനോമിനൻ എന്ന് പറയുന്നത്, പേജ് 3 ഇങ്ങനെയുള്ള കൗതുക വാർത്തകൾ, അല്ലെങ്കിൽ ഇന്ന് നടന്നു, ഇന്ന് ഭക്ഷണം കിട്ടും, ഇവിടെ ഒരു ഫാഷൻ ഷോ നടക്കുന്നുണ്ട്. ഇപ്പം അതിന് പേജ് 3 എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതിപ്പോൾ പത്രത്തിൽ മുഴുവനും ഉണ്ട്, അല്ലെങ്കിൽ ചാനൽ അതൊരു വലിയ ഭാഗമായി മാറിയിട്ടുണ്ട് മാധ്യമങ്ങളുടെ. പക്ഷെ ഇതിൽ വലിയ തെറ്റില്ല എന്ന് പോലും ഇതിനെ ഈ ഒരു വീക്ക്നെസ്സിനെ ഒരു സ്ട്രെങ്ത് ആക്കി മാറ്റാം. ലോകം അറിയുന്ന ഏറ്റവും വലിയ ജേർണലിസ്റ്റിൽ കാൾ മാർക്സ് ഒന്നായിരുന്നു. മാർക്സിൻ്റെ പത്രപ്രവർത്തനത്തിനെ പറ്റി അത് നമ്മൾ പഠിച്ചാൽ അറിയാം. അദ്ദേഹം ഇഫ് ഹി വാസ് നോട്ട് നത്തിങ് എൽസ് ഹി വുഡ് ഹവ് ബീൻ ദ ഗ്രേറ്റസ്റ്റ് ജേർണലിസ്റ്റ് ഓഫ് ദ 19th century എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫർ. പക്ഷേ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഇക്കോണമിസ്റ്റായിട്ട് അതിലും വലിയ പേര് നേടി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ജേർണലിസ്റ്റിക് പ്രവർത്തനം അവഗണിക്കപ്പെട്ടു. പക്ഷേ കാൾ മാർക്സ് നമുക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, ഹി വാസ് ദി ചീഫ് ഓഫ് ബ്യൂറോ ഇൻ യൂറോപ്പ് ഓഫ് ദി ഹെറൽഡ് ടൈംസ്, അന്നത്തെ ഒരു ന്യൂസ് പേപ്പർ, ന്യൂയോർക്ക് ഹെറൽഡ്, അതിൻ്റെ ചീഫ് ഓഫ് ബ്യൂറോ ആയിരുന്നു. അന്നത്തെ ഹി വാസ് വൺ ഓഫ് ദ ഹയസ്റ്റ് പെയ്ഡ് ജേർണലിസ്റ്റ്. അന്നത്തെ എഡിറ്ററുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിച്ചിട്ടുണ്ട്. £5 per ആർട്ടിക്കിൾ അന്ന് കിട്ടിയത്. 19th century, 19ാം നൂറ്റാണ്ടിലെ കാര്യമാണ് പറയുന്നത്. 1842 തൊട്ടാണ് അദ്ദേഹത്തിൻ്റെ ജേർണലിസം തുടങ്ങുന്നത്. 10-15 കൊല്ലം ഈ പേപ്പറിൽ അദ്ദേഹം എല്ലാ ആഴ്ചയും എഴുതും. 500ഓളം കോളംസ് എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഒരു 10 കൊല്ലത്തിൽ. അപ്പോൾ ഏകദേശം ഓരോ ആഴ്ച 52 ആഴ്ചയാണല്ലോ ഒരു കൊല്ലം, ഏകദേശം ഓരോ ആഴ്ച ഒരു കോളം. ഈ കോളം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ 400 വാക്ക് 500 വാക്കൊന്നുമില്ല. ഇറ്റ് റൺസ് ഇൻ ടു മെനി പേജസ്. ഒരു വലിയ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് പീസായിരിക്കും.
ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ, ചൈനയിൽ നടക്കുന്ന ഓപ്പിയം വാറിൻ്റെ സാഹചര്യം വരുന്നത്, അല്ലെങ്കിൽ സ്പെയിനിൽ നടക്കുന്നത്, ലോകമുള്ള അതൊക്കെ അമേരിക്കൻ ന്യൂസ് പേപ്പറാണ്. അതിൻ്റെ യൂറോപ്യൻ കോറസ്പോണ്ടൻ്റാണ് അദ്ദേഹം. അതിന് മുമ്പ് തന്നെ അദ്ദേഹം ജർമ്മൻ ന്യൂസ് പേപ്പേഴ്സ് റൈനിഷ സൈറ്റും സൈറ്റും എന്ന് പറഞ്ഞ പത്രം, റൈൻലൻഡ്, അന്നത്തെ ഓസ്ട്രോ ഹംഗേറിയൻ റൈൻലൻഡ് ഏരിയയിലെ പത്രത്തിൻ്റെ എഡിറ്റേഴ്സായിരുന്നു. പക്ഷെ അന്നത്തെ ഭരണകൂടത്തിന് എതിരായിട്ട് എഴുതിയിട്ട് അദ്ദേഹത്തിന് അവിടുന്ന് ഒളിച്ചോടി പോകേണ്ടി വന്നു. എന്നിട്ട് പാരീസിൽ പോയി ശരണം നേടി കുറച്ച് കാലം. പിന്നിട്ടാണ് ലണ്ടനിൽ വന്ന് ഇത് യൂറോപ്യൻ കോറസ്പോണ്ടൻറ്റ് ഓഫ് ഹെറൽഡ് ട്രിബ്യൂൺ ആവുന്നത്. അപ്പോൾ മാർക്സിൻ്റെ അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോൻ്റെ ഒരു ഡിസ്റ്റിലേഷൻ ആണ് അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനത്തിൽ എഴുതേണ്ട ഒരു ഡിസ്റ്റിലേഷനാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നൊരു അനാലിസിസ് ഉണ്ട്. കാരണം അന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അദ്ദേഹം എഴുതുമ്പോൾ അന്ന് കുറച്ച് പേര് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ കുറച്ച് പേർക്ക് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കാൻ പോലും പറ്റിയിട്ടുള്ളൂ. ഈ 1848 റെവല്യൂഷനിലെ ചില വെറ്ററൻസൊക്കെ ജർമ്മനിലായിരുന്നു അത് വായിക്കാറുണ്ട്. പക്ഷെ അന്ന് അദ്ദേഹത്തിൻ്റെ കോളംസ് 300,000 പീപ്പിൾ, അത് 3 ലക്ഷം വായനക്കാരുണ്ടായിരുന്നു. എവറി വീക്ക് ദേ വർ റീഡിങ് കാൾ മാർക്സ്. പലതും മാർക്സും എംഗൽസും ഒരുമിച്ച് എഴുതിയത് വേറെയുണ്ട്, ഹോൾ സെറ്റ് ഓഫ് ആർട്ടിക്കിൾസ്. അപ്പോൾ ചുരുക്കത്തിൽ ഗാന്ധിയെപ്പോലെ കാൾ മാർക്സ് വാസ് എ ട്രിമെൻഡസ് ജേർണലിസ്റ്റ്. ബട്ട് ഗാന്ധിയെപ്പോലെ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ഈസ് ആസ് നോട്ട് ആസ് എ ജേർണലിസ്റ്റ്, ഈസ് ആസ് എ പേഴ്സൺ ഹു ഹെറൽഡഡ് എ പൊളിറ്റിക്കൽ റെവല്യൂഷൻ. പക്ഷേ അദ്ദേഹത്തിന് ആ ജേർണലിസ്റ്റിക്, അതായത് ലെഫ്റ്റ് മീഡിയയെ സംബന്ധിച്ചിടത്തോളം കാൾ മാർക്സ് ഒരു മാതൃകയാണ്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം അദ്ദേഹത്തിന് അതിൽ വേണ്ട പോലെ ആ ഒരു ഇമ്പോർട്ടൻസ്, പ്രസക്തി ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവേ ഒരു ധാരണയുണ്ട്, അതിന് അടിസ്ഥാനമില്ലാത്ത ധാരണയല്ല. അതായത് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റീസ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് സൊസൈറ്റീസിൽ സ്വതന്ത്ര പത്രമാധ്യമം അല്ലെങ്കിൽ ഫ്രീ പ്രവർത്തനത്തിന് വലിയ പ്രസക്തിയില്ല, അല്ലെങ്കിൽ അതിനൊരു സ്ഥലമില്ല, അല്ലെങ്കിൽ അവസരമില്ല എന്നുള്ളൊരു ധാരണയുണ്ട്. അതിന് വേറെ കാരണങ്ങളുണ്ട്. കാരണം മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും സമയത്തിന് ശേഷം ലെനിൻ ആൻഡ് ട്രോട്സ്കി ടൈമിൽ വാർ കമ്മ്യൂണിസം, അപ്പോൾ ഈ ക്രിട്ടിക്കൽ ആറ്റിറ്റ്യൂഡ്സ് അല്ല വേണ്ടത്, യു വാണ്ടഡ് ടു ക്രിയേറ്റ്, അതൊരു വേറൊരു ചർച്ചയാണ്. ബട്ട് ഇതിങ്ങനെ നിലനിന്ന് വന്നപ്പോൾ പറ്റുന്നത് കാൾ മാർക്സിൻ്റെ മാധ്യമപ്രവർത്തനം, അദ്ദേഹം വളരെ ഒരു ക്രിട്ടിക്കൽ ആൻഡ് വെരി സ്ട്രോങ് മാധ്യമപ്രവർത്തകനായിരുന്നു. ആ ഒരു പേഴ്സണാലിറ്റി അവഗണിക്കപ്പെട്ടു അല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ടു. അത് തിരിച്ച് നമ്മൾ കണ്ടുപിടിക്കണം. അദ്ദേഹത്തെ വി ഹാവ് ടു റീഡിസ്കവർ റീഡിസ്കവർ എന്ന് വെച്ചാൽ അത് വി മസ്റ്റ് റീസെലിബ്രേറ്റ് കാൾ മാർക്സ് ആസ് എ ജേർണലിസ്റ്റ്. അപ്പോൾ മാർക്സിൻ്റെ എഴുത്തുകളിൽ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് വളരെ അതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വലിയ ഇക്കോണമിസ്റ്റ് എന്ന് പറഞ്ഞാൽ തോമസ് മാൽത്തൂസ് ആയിരുന്നു. മാൽത്തൂസിൻ തിയറി എന്നൊക്കെ നമ്മൾ കേട്ടു. മാൽത്തൂസ് ഈ ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് പോപ്പുലേഷൻ തമ്മിലുള്ള food production goes incrementally, population increases quantitatively, geometrically. അതുകൊണ്ട് ഫുഡ് പ്രൊഡക്ഷൻ വിൽ നോട്ട് കീപ് പേസ് വിത്ത് പോപ്പുലേഷൻ എന്നുള്ള തിയറി അതൊക്കെ ഹാസ് ബിൻ ഡിസ്പ്രൂവ്ഡ്. ബട്ട് അറ്റ് ദാറ്റ് ടൈം അതൊക്കെ കത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹി വാസ് കൺസിഡേർഡ് വൺ ഓഫ് ദ ബിഗസ്റ്റ് ഇക്കോണമിസ്റ്റ് ഓഫ് ദ ടൈം. അപ്പോൾ കാൾ മാർക്സ് എഴുതിയിട്ടുണ്ട്, മാൽത്തൂസ് വായിക്കുന്നതിനെക്കാട്ടിലും ഭേദം ചാൾസ് ഡിക്കൻസിനെ വായിക്കുകയാണെന്ന്. കാരണം ചാൾസ് ഡിക്കൻസ് നോവൽസാണ് എഴുതുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നോവലിൽ ഇംഗ്ലീഷ് സൊസൈറ്റി, അവിടെ നടക്കുന്ന അന്യായം, ഇനീക്വാളിറ്റി, കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന രീതി, ദി ബോണ്ടഡ് ലേബർ, വേജ് ലേബറിന് എതിരായിട്ട് ക്യാപിറ്റലിസത്തിൻ്റെ പ്രവർത്തനം, അതൊക്കെ വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അത് സത്യാവസ്ഥയാണ്. അത് നമ്മൾ വായിച്ചാൽ വി വിൽ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് സൊസൈറ്റി ഫാർ ബെറ്റർ ദാൻ റീഡിങ് തോമസ് മാൽത്തൂസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇന്നെനിക്ക് തോന്നുന്നത് അതുപോലെ ഒരു സാഹചര്യം, കാരണം മാധ്യമങ്ങളുടെ പ്രസക്തി ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ അതേസമയം ഈ OTT പ്ലാറ്റ്ഫോംസിൻ്റെയൊക്കെ വികസനത്തിൽ നമുക്കറിയാം. ഇപ്പോൾ കേരളത്തിൽ തന്നെ ചെറുപ്പക്കാർ, വളരെ ബ്രില്യൻ്റായ ചെറുപ്പക്കാർ ഒരുപാട് ഫിലിംസ് ഉണ്ടാക്കുന്നുണ്ട്, സിനിമകൾ അല്ലെങ്കിൽ സീരിയൽസ്. കൂടുതലും ഫിലിംസാണ് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഇന്ത്യ ഒട്ടാകെ കേരളത്തിലെ ഫിലിം മേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ അഭിമാനത്തോടെ നമുക്ക് തലപൊക്കി നടക്കാം. ഇന്ത്യയിൽ എല്ലാവരും, നോട്ട് ഓൺലി ഇൻ ഇന്ത്യ, എന്നാൽ ദർ പീപ്പിൾ ഹു കെയിം ഫ്രം ഇംഗ്ലണ്ട് ഹു സെഡ് വി ഹേർഡ് സോ മച്ച് അബൌട്ട്, അവർക്ക് പേരുകൾ പോലും അറിയാം മലയാളം സിനിമകളുടെ, ഈ ചെറുപ്പക്കാർ ചെയ്യുന്ന സിനിമകൾ.
അതിനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ 80% ഒരു ന്യൂസ് പെഗ് ഉണ്ടാവും, ഒരു നടന്ന കാര്യമായിരിക്കും. സാധാരണ ജീവിതത്തിൽ നടന്ന ഒരു ബുദ്ധിമുട്ട്, ഒരു അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നടന്ന ഒരു കൊലപാതകമൊന്നും വേണമെന്നില്ല, പല ചെറിയ കാര്യം വെച്ചാൽ ഭംഗിയായിട്ടുള്ളൊരു ചിത്രീകരണമാണ് വരുന്നത്. This is something like what Charles Dickens did. I mean, you write about a society, the issues. അപ്പോൾ വാർത്തകളെ എങ്ങനെ ജനങ്ങളിൽ, വാർത്തകളുടെ ഒരു സ്വത്ത്, അതിൻ്റെ ഒരു എസെൻസ് എങ്ങനെ ജനങ്ങളിൽ ഏൽപ്പിക്കാമെന്ന് പറയുമ്പോൾ അതിന് നമ്മൾ വെറുതെ ഒരു ഡ്രൈ റിപ്പോർട്ടാജായിട്ട് മാത്രം ചെയ്യണമെന്നില്ല. ആ ഡ്രൈ റിപ്പോർട്ടാജ് പോലും ഇല്ല. ഇപ്പോൾ ന്യൂസ് ചാനൽസിലൊന്നും എന്താ പറയുക, ന്യൂസ് റിപ്പോർട്ട്സ് ഇല്ല, ഹെഡ്ലൈൻസ് ഒന്നും ഇല്ല. ഇപ്പോൾ ന്യൂസ് അവറാണ് സ്റ്റേറ്റ്. ഇന്ന് നടന്നു ഇനി ഹെഡ്ലൈൻ, അതിനെപ്പറ്റി ചർച്ച, അതിനെപ്പറ്റി തല്ലുപിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തപ്പെട്ട രീതികൾ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായി മാറും എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ അതിൽ നിന്നാണ് ജനങ്ങൾക്ക് കൂടുതൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഒരു എൻഡ്യൂറിംഗ് ആയിട്ടുള്ള ചില വാല്യൂസ് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നത് നല്ലതാണ്. അതുകൊണ്ട് മാധ്യമപ്രവർത്തനം അങ്ങനെ ഒരു 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 ഫ്രോസൻ, ഒരു ഓസിഫൈഡ് ഒരു ഫോമായിട്ട് പോവില്ല എന്നും നമുക്ക് വേണമെങ്കിൽ പ്രത്യാശിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. മാധ്യമപ്രവർത്തനം ഒരു ക്രോസ് റോഡ്സിലാണ്, ഒരു പ്രതിസന്ധിയിലാണ്. മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാവി എന്താണ്? അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നാൽ എന്താ പറ്റുക? ഇതൊക്കെ മാധ്യമങ്ങളെ വളരെ കുലുക്കുന്ന ഒരു പ്രശ്നമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന് മാധ്യമപ്രവർത്തകരുടെ ജോലി ഇല്ലാതെയാക്കുമോ? പല രംഗത്തിലും അത് നടക്കും. കാരണം സ്വാഭാവികമായിട്ട് ഒരു സ്പോർട്സ് റിപ്പോർട്ട്, ഫാക്ച്വൽ റിപ്പോർട്ടിംഗ്, ഏജൻസി കോപ്പിയിൽ നിന്ന് റിപ്പോർട്ട് ഉണ്ടാക്കുക, അതിനൊന്നും ഒരു ആൾ അവിടെ ഇരുന്ന് ചെയ്യണമെന്നില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിൽ ഡു ഇറ്റ് ഫാർ ബെറ്റർ. എന്നാൽ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതാണ് റിപ്പോർട്ടിംഗ്, ഫീൽഡ് റിപ്പോർട്ടിംഗ്. ആ ഫീൽഡ് റിപ്പോർട്ടിംഗ് വേണ്ട പോലെ മാധ്യമത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ താരതമ്യേന ഭേദമാണ്. ഇംഗ്ലീഷ് ചാനൽസ് ഒന്നും ഫീൽഡ് റിപ്പോർട്ടിങ്ങേ ഇല്ല. അവർ എവിടുന്നോ കേട്ട വാർത്ത വെച്ച് സ്റ്റുഡിയോ ഡിസ്കഷനാണ് അതിനെപ്പറ്റി. ഫീൽഡ് റിപ്പോർട്ടിംഗ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് എന്തുകൊണ്ട് അത് അനുകരിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ, കാരണം ഫീൽഡ് റിപ്പോർട്ട് ഇപ്പോൾ ഇവിടെ നടന്നത് ഇത്ര പേർക്ക് നമുക്ക് അറിയുള്ളൂ. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കനോട്ട് നോ വാട്ട് ഹാപ്പൻഡ് ടു റിപ്പോർട്ട് ഇറ്റ് ജെന്യുവൻലി. അപ്പോൾ ആ ഒരു ഡിറക്റ്റ് കോണ്ടാക്ട് വിത്ത് പീപ്പിൾ ഓർ എ സിറ്റുവേഷൻ ഓർ എ ഡെവലപ്പിംഗ് സ്റ്റോറി, ആ ഒരു ഏരിയ മാധ്യമപ്രവർത്തനത്തിൽ അതിന് കൂടുതൽ പ്രസക്തി ഉണ്ടാവും ഭാവിയിൽ. കാരണം അത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിന്നും നേരിടുന്ന വെല്ലുവിളി കൊണ്ട് മാത്രമെങ്കിലും അത് മാറും. അപ്പോൾ അങ്ങനെയുള്ള ചില മാറ്റങ്ങളുടെ ഒരു സൂചനയും നമ്മുടെ ഭാവിയിലുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ചുരുക്കത്തിൽ കേരളം പോലൊരു സ്ഥലത്താണ് ഇങ്ങനെ ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാകാൻ സാധ്യത. കാരണം ഇവിടെ എല്ലാവരും സാക്ഷരരാണ്, അവർക്ക് ബോധം, രാഷ്ട്രീയ ബോധമുണ്ട്, സാമൂഹിക ഉത്തരവാദിത്വ ബോധമുണ്ട്, പലതിനെപ്പറ്റിയും ഉറച്ച അഭിപ്രായങ്ങളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് യോജിക്കാം, അല്ലെങ്കിൽ യോജിക്കാതിരിക്കാം, എന്നാലും അഭിപ്രായമുണ്ട് തീർച്ചയായിട്ടും. ഇറ്റ്സ് എ വെരി മെച്യൂർ മീഡിയ സൊസൈറ്റി, വെരി മെച്യൂർ. റോബിൻ ജെഫ്രി ഒക്കെ എഴുതിയ പോലെ ഇറ്റ്സ് എ മോസ്റ്റ് മെച്യൂർ മീഡിയ സൊസൈറ്റി ഇൻ ദ കൺട്രി. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു മാറ്റത്തിന് തന്നെ ഒരു അവസരമുണ്ടാവുക. ആ അവസരത്തിന് ഇടതുപക്ഷ എന്താ പറയുക, ഇതിൽ ഇടപെടുന്ന ഇടതുപക്ഷ രംഗത്തൂടെ ആണ് ഈ തുടക്കമുണ്ടാവുക എന്നാണ് എൻ്റെ വിശ്വാസം. അതിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തണം. അതിൽ പ്രവർത്തിച്ച് ഇത് സജീവമാക്കി മാറ്റിയെടുക്കണമെന്നുള്ളതാണ് ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ രീതി. എൻ്റെ അഭ്യർത്ഥന, എൻ്റെ മൈ ഹോപ്പ്. And I thank you very much for this opportunity, and I'm very happy to declare the seminar open. Thank you very much.